നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഡിസംബർ 1 അഡ്വന്റ് സീസണിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ലോകരക്ഷിതാവിന്റെ ആഗമനത്തിനായി പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ് തുടങ്ങുകയായി. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നു. അതിനു മുമ്പ് അവനെ സ്വീകരിക്കുവാനായി നാം ഓരോരുത്തരും തയ്യാറെടുക്കണം. അതിനായി ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് ചിന്തയിലും പ്രവൃത്തിയിലും മാറ്റം വരുത്തണം. ഹൃദയം തുറന്ന് അവനെ സ്വീകരിക്കുവാൻ, ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗമനകാല ചിന്തകൾ നമ്മെ സഹായിക്കും. ആദ്യദിന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 39 to 45. കുറിവാക്യമായി 1 അധ്യായം 39 40 വാക്യങ്ങൾ വായിക്കുന്നു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് സെഖര്യാവിന്റെ വീട്ടിൽ എത്തി എലിസബത്തിനെ വന്ദിക്കുന്നു. മറിയം എലിസബത്ത് സംഗമം ദൈവിക രക്ഷാപദ്ധതിയിലെ പങ്കാളികളുടെ പരസ്പര സ്വീകാര്യതയുടെ പ്രതീകം എന്ന തലക്കെട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. മറിയം എലിസബത്ത് കൂടിക്കാഴ്ചയാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യം. 2 അമ്മമാർ, 2 ശിശുക്കൾ ഐൻ കരീമിൽ വെച്ച് കണ്ടുമുട്ടുന്നു. വളരെ സുന്ദരവും അതുല്യവുമായ നിമിഷങ്ങൾ. ദൈവപുത്രന്റെ മാതാവാകുവാൻ ഭാഗ്യം സിദ്ധിച്ച മറിയവും അത്യുന്നതന്റെ പ്രവാചകനും മിശിഹായുടെ മുന്നോടിയുമായ മകന്റെ മാതാവാകുവാൻ ഭാഗ്യം കൈവന്ന എലിസബത്തും. അസാധാരണത്വമുള്ള 2 സ്ത്രീരത്നങ്ങൾ, അവരുടെ സംഗമം, അത് ചരിത്രം രചിക്കുന്നു. വ്യത്യസ്തരായ 2 വനിതകൾ, പ്രായം കൊണ്ടും ജീവിതം കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും വിഭിന്നർ. അവർ ഒന്നിക്കുകയാണ് ഒരു കോമൺ പർപ്പസിനു വേണ്ടി, ഒരു പൊതു നന്മയ്ക്കായി. ദൈവമാണ് അവരെ അതിലേക്ക് നയിച്ചത്. വളരെ ദൂരത്തു നിന്ന് യാത്ര ചെയ്ത് ഐൻ കരീമിൽ എത്തിയ മറിയ എലിസബത്തിനെ വന്ദിക്കുന്നു. തന്നെക്കുറിച്ച് അവൾ ഓർത്തില്ല. മറിയയിലെ ത്യാഗം, സ്നേഹം തുടങ്ങിയ ഗുണങ്ങൾ ഇവിടെ വെളിവാകുന്നു. ദൈവിക പദ്ധതിയാണ് എല്ലാം. ഹിയർ one expected blessings from God, but for the other one it is unexpected. ഒന്നുകൂടി ചിന്തിച്ചാൽ എലിസബത്തിന് കിട്ടിയ അനുഗ്രഹം അനവസരത്തിലും മറിയയുടേത് അപ്രതീക്ഷിതവുമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തു ജനനത്തിന് വഴിയൊരുക്കുവാൻ ദൈവം എലിസബത്തിനെ ഉപയോഗിക്കുകയാണ്. 2 വനിതകളും ദൈവഹിതം അനുസരിക്കുന്നു. തിരുജനനത്തിനു വേണ്ടി മനസ്സും ശരീരവും നൽകി ദൈവിക രക്ഷാപദ്ധതിയിൽ പങ്കാളികളായി അവർ മാറി. അവരുടെ കൂടിച്ചേരൽ വിശ്വാസവർദ്ധനവിനും പരസ്പരം ആശ്വാസം കണ്ടെത്തുന്നതിനുമുള്ള അവസരമായി മാറി. 41 42 വാക്യങ്ങൾ ഇത് വ്യക്തമാക്കുന്നു. Bereavements of life leads to togetherness. അപ്രതീക്ഷിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇവിടെ ഒന്നിക്കുകയാണ്. പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായി അവർ മാറി. മറിയയുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് മറിയയ്ക്ക് കിട്ടിയ ഭാഗ്യത്തിൽ സന്തോഷവതിയായി മറിയയെ പുകഴ്ത്തുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ മഹത്വം മനസ്സിലാക്കിയ എലിസബത്ത് അത് ഉച്ചത്തിൽ പറയുന്നു. മറിയത്തിന്റെ ആത്മവിശ്വാസത്തെ അത് വർദ്ധിപ്പിച്ചു. ദൈവത്തിന്റെ അരുളപ്പാട് യാതൊരു ആശങ്കയും ഇല്ലാതെ സ്വീകരിച്ച മറിയത്തിന്റെ വിശ്വാസത്തെ അവർ പുകഴ്ത്തി. ആ കൂടിച്ചേരൽ 2 വനിതകളിലും ദൈവവിശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിന് കാരണമായി. 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ പരസ്പര സ്വീകാര്യത, മ്യൂച്വൽ അക്സെപ്റ്റൻസ് വെളിവാകുന്നു. എലിസബത്ത് ഗർഭിണിയാണെന്ന് ദൂതനിൽ നിന്നും മനസ്സിലാക്കിയ മറിയ ദൂരമോ തന്റെ അവസ്ഥയോ ഒന്നും ഓർക്കാതെ അവരെ സന്ദർശിക്കുവാൻ യാത്ര തിരിച്ചു. ഭവനത്തിൽ എത്തിയ മറിയയെ എലിസബത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവളെ അഭിവാദ്യം ചെയ്യുന്നു. കർത്താവാണ് ഗർഭസ്ഥ ശിശു എന്ന് മനസ്സിലാക്കിയ എലിസബത്ത് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നു. തന്റെ മകനെ കാണുവാൻ കർത്താവ് വന്നു എന്ന് അവർ വിശ്വസിച്ചു. ദൈവം അംഗീകരിച്ച അവർ പരസ്പരം അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന അവർ പരസ്പരം താങ്ങും തണലുമായി മാറി. പിന്നീട് 3 മാസത്തോളം മറിയ എലിസബത്തിനോടൊപ്പം പാർത്തു. എന്തെല്ലാം അവർ പരസ്പരം പങ്കിട്ട് കാണും എന്ന് ചിന്തിക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, രക്ഷാകര പദ്ധതിയിലെ പങ്കാളികളായ ഈ വനിതകൾ പൂർണ്ണ വിശ്വസ്തരായിരുന്നു. ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ചു.
ജീവിതം ദൈവത്തിനായി പകുത്ത് നൽകിയ പ്രിയപ്പെട്ടവർ, കർത്താവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകനെ ഒരുക്കിയ എലിസബത്ത് ചരിത്രത്തിന് പുറകിലേക്ക് വഴിമാറുന്നു. പക്ഷേ യോഹന്നാനിലൂടെ അവളുടെ മഹത്വം വെളിവാകുന്നു. പൂർണ്ണതയാർന്ന മനുഷ്യ സ്വഭാവം കർത്താവിന് പകർന്നു നൽകിയ മാതാവാണ് മറിയം. ഉദാത്തമായ വിശ്വാസം, പൂർണ്ണ സമർപ്പണം, ജീവിത വിശുദ്ധി, ഇവ മറിയാമിൽ നമുക്ക് ദർശിക്കാം. എലിസബത്ത് ഒന്നുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥ. അത് കേവലം ഒരു മാംസപിണ്ഡമല്ല. മാതാവിൻ്റെ ചിന്തകളും വികാരങ്ങളും ശിശു മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ ഉയർന്ന ചിന്തകളോടെ ഗർഭകാലം കഴിച്ചു കൂട്ടണം. വരുന്ന 25 ദിനങ്ങൾ ഒരുക്കത്തിൻ്റെതാകട്ടെ. ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. എങ്ങനെ മറിയാം ക്രിസ്തുവിനു വേണ്ടി പാകപ്പെട്ടുവോ അത് മാതൃകയാക്കാം. പൂർണ്ണ സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ, ജാഗ്രതയോടെ ആരംഭിക്കാം. ക്രിസ്തു ജനനത്തെ കേവലം ആഘോഷമായി മാത്രം കാണാതെ ക്രിസ്തുവിനെ ശ്രദ്ധിക്കുവാനും അനുസരിക്കുവാനും ക്രിസ്തുവിനായി നമ്മെ സമർപ്പിക്കുവാനുമുള്ള അവസരമായി മാറ്റണം. കർത്താവ് നമ്മിൽ ജനിക്കട്ടെ, നമ്മിൽ വളരട്ടെ, നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനേ, അങ്ങയുടെ ജനന പെരുന്നാളിനായി ഒരുങ്ങുവാനും അങ്ങയോടൊപ്പം ലോകത്തിന് വെളിച്ചമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.